വെൽക്കം ടു അവർ ചാനൽ മൈൻഡ് ഇൻ മൂവ്മെൻറ്റ്. ഞാനിന്നിവിടെ ഇന്ന് നിഫ്റ്റീൻ്റെയും ഒരു സ്റ്റോക്കിൻ്റെ അനാലിസിസ് ചെയ്തു തരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് നിഫ്റ്റിയിലോട്ട് കിടക്കാം. ഫസ്റ്റ് നിഫ്റ്റിയിലോട്ട് കിടക്കുമ്പോൾ സപ്പോസ് നാളെ മാർക്കറ്റ് ഒരു ചെറിയൊരു ഗ്യാപ്പ് അപ്പ് എന്ന് വെച്ചാൽ ഒരു 23,800 ആ റേഞ്ചിൽ മാർക്കറ്റ് ഓപ്പൺ ആവുകയാണെങ്കിൽ അതിനുശേഷം ഒരു റെഡ് ക്യാൻഡിൽ ഇതേപോലെ ഒരു റെഡ് ക്യാൻഡിൽ ഫോം ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ നാളെ എൻ്റെ ഒരു പുട്ട് സൈഡിലോട്ടുള്ള ഒരു ട്രേഡ് എക്സിക്യൂട്ട് ചെയ്യും. എൻ്റെ ഫസ്റ്റ് ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ 23,700 ആയിരിക്കും എൻ്റെ ഫസ്റ്റ് ടാർഗറ്റ്. ഓക്കെ, അതിനുശേഷം ഇവിടെ നിന്ന് ബ്രേക്ക് ഡൗൺ വന്നു കഴിഞ്ഞാൽ എൻ്റെ 23,600 23,550 ആ റേഞ്ചിൽ ഞാൻ എൻ്റെ പ്രോഫിറ്റ് ബുക്ക് ചെയ്തിറങ്ങും. ഫസ്റ്റ് ടാർഗറ്റിലും ഞാൻ എൻ്റെ ഒരു 50% പ്രോഫിറ്റ് ബുക്ക് ചെയ്തിറങ്ങും. പിന്നെ ഞാൻ വെയിറ്റ് ചെയ്യും. അങ്ങനെയാണ് ഞാൻ ചെയ്യുന്നത്. സപ്പോസ് നാളെ ഒരു മാർക്കറ്റ് ചെറിയ ഗ്യാപ്പ് അപ്പ് അല്ല, ഒരു ഫ്ലാറ്റ് ഓപ്പണിങ്ങോ അല്ലെങ്കിൽ ഒരു ചെറിയൊരു ഗ്യാപ്പ് ഡൗൺ ഓപ്പണിങ്ങോ ഈ റേഞ്ചിൽ മാർക്കറ്റ് ഗ്യാപ്പ് ഡൗൺ ഓപ്പൺ ആയതിനു ശേഷം ഇതിൻ്റെ താഴെ ഒരു 23,690 താഴെ ഒരു 5 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ എൻ്റെ ഡൗൺ സൈഡിലോട്ടുള്ള ട്രേഡ് എടുക്കും പുട്ട് സൈഡിലോട്ട്. അത് 23,600 ആയിരിക്കും എൻ്റെ ഫസ്റ്റ് ടാർഗറ്റ്, സെക്കൻഡ് ടാർഗറ്റ് 550, തേർഡ് ടാർഗറ്റ് 23,746. ഞാൻ ഈ കറണ്ട് സിറ്റുവേഷൻ വെച്ചിട്ടുള്ള ഒരു ട്രേഡാണ് പറയുന്നത്. സപ്പോസ് നാളെ ഇന്ന് രാത്രി അമേരിക്ക പറയുകയാണ് ഞങ്ങൾ ഇന്ന് യുദ്ധത്തിനില്ല, അങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മാർക്കറ്റ് ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആയിരിക്കും. നമുക്ക് ട്രേഡ് കിട്ടുമല്ലോ, നമ്മൾ അനാലിസിസ് ചെയ്തൊക്കെ വെറുതെ ആവും. ഓക്കെ, ഞാൻ ഈ ഒരു കറണ്ട് സിറ്റുവേഷൻ വെച്ചിട്ട് മാത്രമാണ് ഈ അനാലിസിസ് ചെയ്യുന്നത്. ഇപ്പം മാർക്കറ്റിൽ വേറെ ന്യൂസ് വന്നു കഴിഞ്ഞാൽ ഈ അനാലിസിസ് തികച്ചും ഇൻവാലിഡ് ആവും. ഓക്കെ, പിന്നെ ഞാൻ ഇന്നൊരു സ്റ്റോക്കും കൂടി പറഞ്ഞുതരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ സ്റ്റോക്കാണ് ഇന്ന് പേടിഎം. പേടിഎത്തിൽ ഞാൻ ഡൗൺ സൈഡിലാണ് ഇൻട്രസ്റ്റഡ്. ഇപ്പം നിൽക്കുന്നത് 1096 പേടിഎം നിൽക്കുന്നത്. ഈ ഒരു പാറ്റേൺ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇവിടെ ഒരു കൺസോൾട്ടേഷൻ നടക്കുന്നുണ്ട്. ഇവിടെ ഇതൊരു പോളുണ്ട്, ഇതൊരു ഇൻവേർട്ടഡ് ഫ്ലാഗ് ആൻഡ് പോൾ പാറ്റേൺ ആണ്. സപ്പോസ് നാളെ നിഫ്റ്റി പോട്ടെ പേടിഎം ഈ റേഞ്ചിൽ ഒരു 1100 ഓപ്പൺ ആവുകയാണെങ്കിൽ ഇവിടെ നിന്ന് ഒരു റെഡ് ക്യാൻഡിൽ ഇതേപോലെ ഒരു റെഡ് ക്യാൻഡിൽ ഫോം ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഇവിടെ എൻ്റെ ട്രേഡ് എക്സിക്യൂട്ട് ചെയ്യും. എൻ്റെ ഫസ്റ്റ് ടാർഗറ്റ് ഇതെടുക്കുന്നില്ല. ഞാൻ ഇതിന് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു മൂവ്മെൻറ്റ് കിട്ടാൻ നല്ലൊരു ചാൻസ് ഉണ്ട്. പിന്നെ ഈ റേഞ്ചിലും പോകാൻ നല്ല ചാൻസ് ഉണ്ട് നാളത്തേക്ക്. അതിനുശേഷം എൻ്റെ ടാർഗറ്റ് പൊസിഷനിലാണിത്. ഇത് ഒരു 1000 വരെ പോകാനുള്ള ചാൻസ് ഉണ്ട്. ഇത് നാളെ ഗ്യാപ്പ് അപ്പ് ഓപ്പൺ ആവുകയാണെങ്കിൽ ഇവിടെ നിന്ന് ഒരു റെഡ് ക്യാൻഡിൽ ഫോം ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇവിടെ നിന്ന് ട്രേഡ് സ്റ്റാർട്ട് ചെയ്യും. ഗ്യാപ്പ് അപ്പ് ഓപ്പൺ ഇവിടെ നിന്ന് റിജക്ഷൻ വരുവാണെങ്കിൽ മാത്രം കേട്ടോ. ഇതേപോലെ ഒരു റെഡ് ക്യാൻഡിൽ ഒരു 5 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസിങ് വന്നു കഴിഞ്ഞാൽ, സപ്പോസ് നാളെ മാർക്കറ്റ് ഒരു ഗ്യാപ്പ് ഡൗൺ ഓപ്പണിംഗ് ആണ്, ഇതിൻ്റെ ഗ്യാപ്പ് ഡൗൺ ഓപ്പൺ ആയതിനു ശേഷം അല്ലെങ്കിൽ ഫ്ലാറ്റ് ഓപ്പൺ ആയതിനു ശേഷം ഒരു 1090 ഈ റേഞ്ചിൻ്റെ താഴെ ഒരു ക്ലോസിങ് ഒരു 5 മിനിറ്റ് ക്യാൻഡിലിൻ്റെ ക്ലോസിങ് വന്നു കഴിഞ്ഞാൽ ഞാൻ എൻ്റെ ട്രേഡ് ഇവിടെ എക്സിക്യൂട്ട് ചെയ്യും. 1080 ആയിരിക്കും എൻ്റെ ഫസ്റ്റ് ടാർഗറ്റ്. സെക്കൻഡ് ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ 1064, തേർഡ് ടാർഗറ്റ് 1037, എൻ്റെ ഫിഫ്ത്ത് ടാർഗറ്റ് ആയിരിക്കും 1007. ഫോർത്ത് ടാർഗറ്റ് ആയിരിക്കും 1007. ഞാൻ എൻ്റെ ട്രേഡ് അവിടെ ക്ലോസ് ചെയ്യും. പിന്നെ ഒരിക്കലും നിങ്ങൾ ഹോൾഡ് ചെയ്ത് വെക്കരുത്. ഹോൾഡ് ചെയ്ത് വെക്കണതിൻ്റെ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പറ്റുക, ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ മാർക്കറ്റ് ക്ലോസ് ചെയ്ത് കഴിഞ്ഞ ശേഷമാണ് അമേരിക്കൻ മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്നത്. അവർ പറയുക ഞങ്ങളിനി യുദ്ധത്തിനില്ല എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ എടുത്തു വെച്ചേക്കുന്ന ട്രേഡ് എന്ന് പറഞ്ഞാൽ റോക്കറ്റ് പോലെ മേളിലോട്ട് പോകും. അപ്പോൾ നമുക്ക് ഈ പേടിഎം ഒക്കെ മേളിലോട്ട് പോകാൻ ചാൻസ് ഉണ്ട്, നല്ല രീതിയിൽ മൂവ്മെൻറ്റ് വരും. അപ്പോൾ നമ്മൾ എടുത്തു വെച്ചേക്കുന്ന നല്ലൊരു ബിഗ് ലോസ് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഒരിക്കലും നമ്മൾ ഹോൾഡ് ചെയ്ത് വെക്കാണ്ടിരിക്കുക. നിങ്ങൾക്കൊരു മിനിമം പ്രോഫിറ്റ് കിട്ടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ വിറ്റിറങ്ങുക. പിന്നെ എൻ്റെ സ്റ്റോപ്പ് ലോസ് എപ്പോഴായിരിക്കും ഇതിനകത്ത്? എൻ്റെ സ്റ്റോപ്പ് ലോസ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ മേളിൽ ഞാൻ ഇത് വരച്ചിട്ടില്ലേ, ഒരു ഹൊറിസോണ്ടൽ ആയിട്ടുള്ള ഒരു സോൺ വരച്ചിട്ടുണ്ട്. ഇതിൻ്റെ മേളിൽ ഒരു 5 മിനിറ്റ് ക്യാൻഡിലിൻ്റെ ഗ്രീൻ ക്യാൻഡിൽ ക്ലോസിങ് വന്നു കഴിഞ്ഞാൽ അവിടെ എൻ്റെ സ്റ്റോപ്പ് ലോസ് ആയിരിക്കും. ഓക്കെ.
അപ്പോൾ നിങ്ങളെല്ലാവരും വീഡിയോ കറക്റ്റായിട്ട് കാണാൻ നോക്കുക, ശ്രദ്ധിച്ച് കേൾക്കുക ഈ കാര്യങ്ങളൊക്കെ. ഞാൻ ഒരു 2 വട്ടം കേട്ട് കഴിഞ്ഞാലാണ് നിങ്ങൾക്കിത് മനസ്സിലാവുള്ളൂ. ഇത് എന്താ പറയുക, വീഡിയോസ് എനിക്ക് ഇടാൻ പറ്റുന്നില്ല ഇപ്പോൾ. ഞാൻ ഇന്ന് മുതൽ ട്രൈ ചെയ്യാണ് റെഗുലറായിട്ട് വീഡിയോ ഇടാൻ. അതുകൊണ്ട് ചാനൽ സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ നാളെ കാണാം.